അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ഹാജിമാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇഹലോകത്തും പരലോകത്തും നന്മ ലഭിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഉപാധി നാം മുത്തഖീങ്ങളായി തീരുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിച്ചത് വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ, ഏതെങ്കിലും ഒരു പ്രദേശത്തുകാർ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നാം അവർക്ക് നേരെ ചൊരിയും എന്നാണ്. ഭൗതികവും പാരത്രികവുമായ നമ്മുടെ നേട്ടത്തിന് ദൈവിക കൽപ്പന അനുസരിച്ചുള്ള ജീവിതം അത്യാവശ്യമാണ്. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുക എന്നതിൻ്റെ മറ്റൊരാശയമാണ്. അള്ളാഹുവിൻ്റെ രക്ഷയിൽ പ്രതീക്ഷയർപ്പിച്ച് അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്നതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത് തഖ്വയിൽ പരസ്പരം സഹായിക്കാനും സഹകരിക്കുവാനുമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിന്റെയും തഖ്വയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. ശത്രുതയുടെയും കുറ്റങ്ങളുടെയും വിഷയത്തിൽ പരസ്പരം സഹകരിക്കാതിരിക്കുക. ഹാജിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സൂചിപ്പിച്ചത് വതസവ്വദു ഫൈന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ ഈ പുണ്യകർമ്മം നിർവഹിക്കാൻ പോകുമ്പോൾ പാഥേയം കരുതണം. ആ പാഥേയത്തിൽ ഏറ്റവും ഉത്തമമായത് ദൈവബോധമാണ്, തഖ്വയാണ്. ഇസ്ലാം എന്നത് സമ്പൂർണമായ മതമാണ്. ഇനി ആ മതത്തിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുവാനോ ഈ മതത്തിലെ ഏതെങ്കിലും ഒരു ആശയം, ഒരാദർശം, ഒരു കർമ്മം, ഒരു അനുഷ്ഠാനം വെട്ടിച്ചുരുക്കുവാനോ പാടില്ല തന്നെ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതിനാൽ ഇസ്ലാം സമ്പൂർണമാണ്. ഈ സമ്പൂർണമായ ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി നിങ്ങൾ ജീവിക്കുക. പ്രിയപ്പെട്ട ഹജ്ജാജിമാരെ, ഇസ്ലാം നിലകൊള്ളുന്നത് അടിസ്ഥാനപരമായി 3 തൂണുകളിലാണ്. അതിലൊന്നാമത്തേത് അൽ ഇഹ്സാൻ, പരമമായ നന്മ. ആ ഇഹ്സാനിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഇഹ്സാൻ എന്ന ചോദ്യത്തിന് പറഞ്ഞ മറുപടി അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രൂപേണ ആരാധനാനുഷ്ഠാനങ്ങൾ അവന് വേണ്ടി സമർപ്പിക്കുക എന്നതാണ് ഇഹ്സാൻ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഇനി നീ അവനെ കാണുന്നില്ലെങ്കിലും ഫൈന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം നിനക്ക് വേണം. ലില്ലദീന അഹ്സനൂ ഫിൽ ഹയാത്തി ദുനിയ, ഈ ജീവിതത്തിൽ ഇഹ്സാൻ പുലർത്തി ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്തും നന്മ ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് വാഗ്ദാനം ചെയ്തതാണ്. അതിനാൽ ജീവിതത്തിൽ മുഹ്സിനീങ്ങളായി ഇഹ്സാൻ കൈമുതലായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈമാനാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഖൽബിൽ ഉറച്ചു വിശ്വസിക്കുകയും നാവ് കൊണ്ട് പറയുകയും അതേപോലെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരാശയമാണ്. ഈമാനിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന് 70 ചില്ലാനം ശാഖകളുണ്ട് എന്നും ഏറ്റവും മുന്തിയത്, ഉന്നതമായത്, അലാഹ, ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണെന്നും വാ അദ്നാഹ, അതിലേറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനി തരീഖ്, മനുഷ്യർ നടന്നു പോകുന്ന വഴികളിലെ തടസ്സങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യലുമാണെന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും മുകളിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന്റെയും ഏറ്റവും താഴെയായി വിശേഷിപ്പിക്കപ്പെട്ട വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നതിന്റെയും ഇടയിൽ ഒരുപാട് പുണ്യകരമായ പ്രവർത്തനങ്ങളുണ്ട്.
ഈ പുണ്യകരമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഈമാനിന്റെ ഭാഗമാണ്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് ഈമാനാണ്. അതേപോലെ തന്നെ കരാറുകൾ പാലിക്കുക എന്നുള്ളത് ഈമാനാണ്. അള്ളാഹുവുമായുള്ള കരാറാണ് ഏറ്റവും ആദ്യമായി പാലിക്കേണ്ടത്. ഔഫു ബിൽ ഉഖൂദ്, സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പാലിക്കണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതേപോലെ തന്നെയാണ് അനാഥകളായ ആളുകളോട് പുണ്യം ചെയ്യുക എന്നുള്ളത്, അതേപോലെ തന്നെ അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത്, ജീവിതത്തിൽ നിരാലംബരായ അഗതികളായ ആളുകൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്, പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്, അയൽക്കാരെ മാനിക്കുക എന്നുള്ളത്, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ ഈമാനിന്റെ ഭാഗമാണ്. നാം ഒരാളെ നല്ല നിലയിൽ പ്രതിരോധിക്കുന്നത്, ഒരാളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നത്, തിന്മ വിരോധിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഇത് എല്ലായ്പ്പോഴും നല്ല നിലക്ക് പ്രതിരോധം തീർക്കണം, പ്രതിരോധിക്കണം. അങ്ങനെയാണെങ്കിൽ ആരുടെയും നിന്റെയും ഇടയിൽ ശത്രുതയുണ്ടോ അവനെ ഉറ്റമിത്രമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച കാര്യമാണ്. ഈ ഈമാനിന് ഒരുപാട് റുക്കുനുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 പ്രധാനപ്പെട്ട റുക്കുനുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബ്ലൽ മശ്രിഖി വൽ മഗ്രിബ്, പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞു നിൽക്കുക എന്നതല്ല പുണ്യം. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിർറ് ഏതെല്ലാം കാര്യങ്ങളിലാണ് വിശ്വസിക്കേണ്ടത് എന്നത് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിൽ മുഴുവൻ വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ദുനിയാവിന്റെയും അതേപോലെ പരലോകത്തിന്റെയും വിജയത്തിന് ആവശ്യമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം പരമപ്രധാനമാണ്. അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ടത് അവന് മാത്രം വകവെച്ചു കൊടുക്കുക. അവനാണ് ആരാധ്യൻ. ആരാധനയുടെ സർവവിധ ഭാവ പ്രകടനങ്ങളും അള്ളാഹുവിന് മുമ്പിൽ മാത്രമായി തീരുക. ശിർക്ക് എന്നത് അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിൽ ആരെയോ പങ്കു ചേർക്കലാണ്. അങ്ങനെ ഒരു ശക്തിയെയോ വ്യക്തിയെയോ പങ്കു ചേർക്കാതിരിക്കുന്ന വിശ്വാസികളായ ആളുകൾക്കാണ് വിജയമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ശിർക്ക് എന്ന ളുൽമിന്റെ അംശം കലരാതിരിക്കുകയും ചെയ്ത ആളുകൾ അവർക്കാണ് നിർഭയത്വം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ആൽ ഇംറാനിലെ ആദ്യ വചനങ്ങളിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അള്ളാഹു ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. രണ്ടാമതായി നാം ഉറച്ചു വിശ്വസിക്കേണ്ട ഒന്ന് അവന്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. ആ മലക്കുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അല്ലദീന ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, കൽപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുകയും ഒരിക്കലും അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്യാത്ത ആളുകളാണ് മലക്കുകൾ. ആ മലക്കുകളിലുള്ള വിശ്വാസം അത്യാവശ്യമാണ്. പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് മലക്കുകളാണ്. അള്ളാഹു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട അദൃശ്യങ്ങളായ ശക്തികളാണ് മലക്കുകൾ. ആ മലക്കുകളിലുള്ള വിശ്വാസം സുദൃഢമായിരിക്കണം. പിന്നീട് അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസമാണ്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈക, താങ്കൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലും അതിനു മുമ്പ് ഇറക്കപ്പെട്ട തൗറാത്ത്, ഇഞ്ചീല് മുതലായ ഗ്രന്ഥങ്ങളിലുമൊക്കെ വിശ്വസിക്കണമെന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിന് ശേഷം മതം കൽപ്പിക്കുന്നത് പ്രവാചകന്മാരിൽ വിശ്വസിക്കാനാണ്. അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിതരായ പ്രവാചകന്മാർ, 1,00,000-ലേറെ പ്രവാചകന്മാർ, വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറയുകയും വിശദീകരിക്കുകയും ചെയ്ത പ്രവാചകന്മാരും അല്ലാത്തവരുമുണ്ട്. ഈ പ്രവാചകന്മാർക്കിടയിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കാതെ ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, അവന്റെ പ്രവാചകന്മാരിൽ ഒരാൾക്കിടയിലും ഒരു വ്യത്യാസവും നാം കൽപ്പിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതാണ്. യഥാർത്ഥ വിശ്വാസികളുടെ ലക്ഷണമായി ഖുർആൻ പ്രഖ്യാപിച്ചതാണ്, വിശദീകരിച്ചതാണ്. ആ നിലക്ക് എല്ലാ പ്രവാചകന്മാരെയും തുല്യരായി കരുതി എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നുള്ളതും ആ പ്രവാചകന്മാരുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതും വിശ്വാസികൾക്ക് നിർബന്ധമാണ്. അതേപോലെ പിന്നീട് വിശ്വാസികൾ വിശ്വസിക്കേണ്ട മറ്റൊരു റുക്കിനാണ് അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ,
ഖലായിലും ഖദറിലും വിശ്വസിക്കുക എന്നുള്ളത്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഈ ലോകത്ത് നിർവഹിക്കപ്പെടുന്നത്. ഈ ലോകത്തും അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും ഭൂമിയിലും ആകാശങ്ങളിലുമൊക്കെ അള്ളാഹുവിന്റെ ഖലാ ഖദർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിൽ 6 ഈമാൻ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ് രണ്ടാമത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹാജിമാരെ, ഇസ്ലാമിന്റെ 3ാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാ വ തുതിസ് സകാ വ തസൂമ റമളാൻ വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതാഅ ഇലൈഹി സബീല. അവിടെ ഇൻ ഇസ്തതാഅത ഇലൈഹി സബീല. ഒന്നാമതായി അള്ളാഹുവിലും അതേപോലെ അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക. അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിനാൽ ഇബാദത്ത് അത് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അതേപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളോടും ഖുർആൻ കൽപ്പിക്കുന്നത് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. പ്രത്യേകിച്ച് വേദക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുകയാണ്, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ഐക്യപ്പെട്ട പൊരുത്തമുള്ള ഒരാശയം, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരാശയം. നമുക്ക് ആ ആശയത്തിൽ സവായും ബൈനനാ ബൈനക്കും, അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഒരു ആശയത്തിലേക്ക് വേദക്കാരെ നിങ്ങൾ കടന്നു വരൂ എന്ന് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുകയുണ്ടായി. അത് ഒന്നാമത്തേത് അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈഅ. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. അതിനാൽ നാം ഈ പറഞ്ഞ ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഈ വിഷയം അത് നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മുടെ വിശ്വാസത്തിലുണ്ടാകണം. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ നാം ക്രമപ്പെടുത്തുകയും വേണം. അവിടെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നാം അംഗീകരിക്കണം. മുഹമ്മദ് നബിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണ്. നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ആ പ്രവാചകൻ നിങ്ങളോട് അങ്ങേയറ്റം താല്പര്യമുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഭവിക്കുന്നതിൽ ആശങ്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. സത്യവിശ്വാസികളോട് അങ്ങേയറ്റം ദയാലുവാണ്. അങ്ങനെയുള്ള ആ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഖുർആൻ കൽപ്പിക്കുന്നു. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഉമ്മീയങ്ങളിലേക്ക് നിയോഗിതനായ ഈ പ്രവാചകനെ പിന്തുടരുന്ന ആളുകൾ, ആ പ്രവാചകനാണെങ്കിൽ യൗമുറും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നു. വയുഹിലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അവർക്ക് ത്വയ്യിബാത്തായ കാര്യങ്ങൾ അനുവദിക്കുന്നു, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നു. വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാല അല്ലത്തി കാനത് അലൈഹിം, ജനങ്ങൾക്കുണ്ടായിരുന്ന ഭാരങ്ങളൊക്കെ ആ പ്രവാചകൻ, അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലക്കെട്ടുകളൊക്കെ ആ പ്രവാചകൻ അഴിച്ചു മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഫൈൻ തനാസഅതും ഫർദുഹു ഇലല്ലാഹി വറസൂൽ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഫർദുഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് മടക്കേണ്ടത് എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. അതിനാൽ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി പറഞ്ഞ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന ഈ വിഷയം നാം വിശ്വാസമായി ഉൾക്കൊള്ളുകയും ആ ആശയം അനുസരിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് നമസ്കാരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് ത്വഹാറത്ത് ഉണ്ടായിരിക്കണമെന്നത് മതം നിർദ്ദേശിച്ചതാണ്. ഹാഫിളു അലസ്സലാത്തി വസ്സലാത്തിൽ വുസ്താ, നമസ്കാരങ്ങൾ മുഹാഫളത്ത് കൃത്യമായി അനുഷ്ഠിച്ച് അത് സംരക്ഷിച്ച് നിലനിർത്തണം എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്.
ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, മനുഷ്യന്റെ ചീത്ത പ്രവർത്തനങ്ങളെ മായ്ച്ചു കളയാൻ നമസ്കാരാദി നന്മകൾ പര്യാപ്തമാണ് എന്ന് ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. അതിനാൽ ഹാജിമാരെ നമസ്കാര വിഷയത്തിൽ ഒരിക്കലും നാം അലംഭാവം കാണിക്കാൻ പാടില്ല, ഉപേക്ഷ വരുത്താൻ പാടില്ല. മൂന്നാമത്തേത് സക്കാത്താണ്. അത് സാമ്പത്തികമായ ആരാധനയാണ്. ഇസ്ലാം കാര്യങ്ങളിലെ മൂന്നാമത്തേത് സക്കാത്ത്. ആ സക്കാത്ത് സാമൂഹികമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതാണ്. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അകൽച്ച ഇല്ലാതെയാക്കി തീർക്കുന്ന ആരാധനയാണ്. നമസ്കാരം നിങ്ങൾ അനുഷ്ഠിക്കുക, സക്കാത്ത് നിങ്ങൾ നൽകുക എന്നത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ഫലം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ഖുർആൻ നമ്മെ പഠിപ്പിച്ച വിഷയവുമാണ്. അതിനാൽ സക്കാത്ത് എന്നത് പരമമായ നന്മയിൽപ്പെട്ടതാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, അശരണരായ ആളുകളെ സംരക്ഷിക്കുവാൻ, അതേപോലെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട ആളുകളെ പൊതുധാരയിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള സാമ്പത്തികമായ ഒരു ഇബാദത്താണ്. പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ചത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കൻ ലഹും. പ്രവാചകരെ, അവരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ സക്കാത്ത് സ്വീകരിക്കണം. തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, അതിലൂടെ അവരെ ശുദ്ധീകരിക്കുവാനും അവരെ സംസ്കരിക്കുവാനും താങ്കൾക്ക് സാധിക്കും. അവരുടെ ഗുണത്തിന് വേണ്ടി വിശ്വാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. പിന്നീട് ഇസ്ലാമിന്റെ അടിത്തറയായി മതം പഠിപ്പിച്ചിട്ടുള്ളത് സിയാം, നോമ്പാണ്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബലിക്കും, മുൻഗാമികളായ ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നോമ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ആരാധനയാണ്. റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. അഞ്ചാമത്തേതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹാജിമാരെ ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് നാം ഏവരും ഇപ്പോൾ ഈ പരിശുദ്ധമായ ഭൂമിയിൽ എത്തി നിൽക്കുന്നത്. ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുവാൻ അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയുണ്ടായി. ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ആളുകൾ ഈ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ താണ്ടിക്കൊണ്ട് ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്ന് അള്ളാഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചതാണ്. വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തിയാക്കണമെന്നത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ഇസ്തിതാഅത്തുള്ള സാമ്പത്തികവും ശാരീരികവുമായ ശേഷിയുള്ള ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത്ത്, ഏതാനും മാസങ്ങളാണ്, അറിയപ്പെട്ട മാസങ്ങളാണ്. അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ആരെങ്കിലും അങ്ങനെ ഹജ്ജ് നിർബന്ധമായി നിയ്യത്തായി കരുതിയാൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, അനാവശ്യമായ തർക്കങ്ങളോ അതേപോലെ അനാവശ്യ വർത്തമാനങ്ങളോ അല്ലെങ്കിൽ റഫസ് മ്ലേച്ഛമായ വാക്കുകളോ ആ നിലക്കുള്ള പെരുമാറ്റങ്ങളോ ഒരിക്കലും ഹാജിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. ഹാജിമാരെ, ഈ വളരെ പുണ്യപ്പെട്ട കർമ്മം നിർവഹിക്കാൻ വേണ്ടി നാം ഏവരും ഈ പുണ്യഭൂമിയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് അറഫാ ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഏവരുടെയും ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഏവരുടെയും ഉംറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പാപങ്ങളിൽ നിന്ന് മുക്തമായി ശുദ്ധ മനസ്സോടുകൂടെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഭാഗ്യം, തൗഫീക്ക് അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടുത്തെ ഭരണാധികാരികൾ ഇരു ഹറമുകളുടെയും പരിപാലനം വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ നിർവഹിച്ചു വരികയാണ്. ഓരോ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പുണ്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി വരുന്ന ലക്ഷോപലക്ഷം ആളുകൾക്ക് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ സുഗമമായി സമാധാനത്തോടു കൂടെ ശാന്തമായി ഈ കർമ്മം നിർവഹിച്ച് തിരിച്ചു പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും
ഇവിടുത്തെ ഭരണാധികാരികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ചില മാർഗനിർദ്ദേശങ്ങളും ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ഹാജിമാരും പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ, നിയമങ്ങൾ. ആ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് ശരീഅത്തിന്റെ ഭാഗമാണ്. കാരണം സുഗമമായി ഈ കർമ്മം നിർവഹിക്കുവാൻ ഭരണാധികാരികളായ ആളുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് ഈ കർമ്മത്തിന്റെ നിർവഹണത്തിന്റെ ഭാഗമാണ്. അതിനാൽ തന്നെ ഈ മാർഗനിർദ്ദേശങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ആളുകൾ പുറപ്പെടുവിക്കുന്ന നൽകുന്ന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കണം എന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. ബഹുമാന്യരായ ഹാജിമാരെ, ഇന്ന് അറഫാ ദിനമാണ്. അറഫാ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യാസ്തമയം വരെ അറഫയിൽ നിൽക്കുകയും അതിനുശേഷം മുസ്ദലിഫയിലേക്ക് പോവുകയും ചെയ്തു. ഇശാവും മഗ്രിബും മുസ്ദലിഫയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത്. അതിനുശേഷം മഷ്അർ ഹറമിൽ വെച്ച് പ്രാർത്ഥിച്ച് മിനയിലേക്ക് പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംറയിൽ കല്ലെറിഞ്ഞു. എന്നിട്ട് പ്രവാചകൻ ബലിയറുത്തു. അങ്ങനെ ഒന്നാമത്തെ തഹല്ലുലായി. അത് കഴിഞ്ഞ് പ്രവാചകൻ ഹറമിലേക്ക് പോയി, കഅബയിലേക്ക് പോയി തവാഫുൽ ഇഫാദ നിർവഹിച്ചു. പ്രവാചകൻ മുടിയെടുത്തു. തിരിച്ച് സഫ മർവ സഈ നിർവഹിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അവിടെ 3 ദിവസം താമസിച്ച് ജംറകളിൽ കല്ലെറിയുകയും ചെയ്തു. ആർക്കെങ്കിലും ധൃതിയുള്ള ആളുകൾക്ക് 2 ദിവസം കൊണ്ട് ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് മിനയിലെ കല്ലേറ് പൂർത്തീകരിച്ച് തിരിച്ചു പോകുന്നതിന് വിരോധമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനും ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഫമൻ തഅജ്ജല ഫീ യൗമിൻ ഫലാ ഇസ്മ അലൈഹി. ആരെങ്കിലും 2 ദിവസം കൊണ്ട് ഈ 3 ജംറകളിൽ, ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ, ഈ 3 ജംറകളിലും കല്ലെറിയേണ്ടത് 2 ദിവസത്തിൽ പരിമിതപ്പെടുത്തി ആരെങ്കിലും തിരിച്ചു പോവുകയാണെങ്കിൽ അതിനും വിരോധമില്ല എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായി. ഹജ്ജിനോടനുബന്ധിച്ചുള്ള മുഴുവൻ കർമ്മങ്ങളിലും സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. ഈ കർമ്മം കഴിഞ്ഞാലും ആ സ്മരണ നാം തുടർന്നു കൊണ്ടുപോകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫൈദാ ഖദൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാക്കും അവശദ ദിക്റ. ഈ പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. കദിക്രിക്കും ആബാക്കും, നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ സ്മരിക്കുന്നത് പോലെ. അവശദ ദിക്റ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പിതാക്കളെ, പണ്ട് ജാഹിലിയ കാലത്ത് അറബികൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ പിതാക്കളുടെ സ്തുതി പാടിക്കൊണ്ട് അവിടെ ഹറമുകളുടെ ചുറ്റും, കഅബയുടെ ചുറ്റും ഒരുമിച്ചിരിക്കുക പതിവുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളേറെ ധാരാളമായി നിങ്ങൾ സ്തുതിക്കേണ്ടത്, പ്രകീർത്തിക്കേണ്ടത് നാഥനെ ആയിരിക്കണം. അവനെ നിങ്ങൾ സ്മരിച്ചു കൊണ്ടിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഈ ഒരു പുണ്യകർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ധാരാളമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അവനെ പ്രകീർത്തിക്കുക, അവനെ മഹത്വപ്പെടുത്തുക. അവന്റെ നന്മകൾക്കായി, അവന്റെ അനുഗ്രഹങ്ങൾക്കായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്നാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതിനാൽ ഹാജിമാരെ, നിങ്ങളൊക്കെ ഈ കർമ്മത്തിന്റെ ഏറ്റവും മുഹൂർത്തമായ സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയ്ക്ക്, അവനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കും അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പുണ്യകർമ്മം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തുള്ള മുഴുവൻ വിശ്വാസി സമൂഹത്തിനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ഫലസ്തീനിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ആ ഫലസ്തീൻ ജനതയുടെ മോചനം എത്രയും വേഗം സാധ്യമാകുമാറാകട്ടെ. അവിടുത്തെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിച്ച് അവർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അവൻ പുറത്തു തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗുരുവര്യന്മാരെയും
നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം.